അനുഗ്രഹമായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് ഈ ബോർഡറിന്റെ എവിടെ നിന്നാലും അറഫാ ദിവസം ളുഹർ മുതൽ പിറ്റേ ദിവസം സുബഹിന്റെ ഇടയിലുള്ള സമയത്തിൽ ഒരു സെക്കൻഡെങ്കിലും ഒരു ഹാജ് ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ അവന്റെ ഹജ്ജ് വീടൂല. അതുകൊണ്ട് തന്നെ ഇഹ്റാം ചെയ്ത ഹാജിമാരെ, വല്ല അപകടത്തിലോ മറ്റോ പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഹാജിമാരെ പോലും അന്നത്തെ ദിവസം ഈ പറഞ്ഞ ടൈമിന്റെ ഉള്ളിൽ ഈ മേഖലയിലൂടെ ഒന്ന് പാസ് ചെയ്യിപ്പിക്കും. ഇവിടുത്തെ റെഡ് ക്രിസന്റ് എന്ന് പറയുന്ന പ്രത്യേക വളണ്ടിയർമാർ അവരുടെ ആംബുലൻസുകളിലാക്കിയിട്ട് ഈ ഭാഗത്ത് കൂടി ഒന്ന് പാസ് ചെയ്യിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അറഫ, ഇന്ന് നമ്മൾ അറഫയെ കുറിച്ച് പഠിക്കാനാണ് വന്നത്. അറഫയുടെ അതിർത്തി നിങ്ങൾ കണ്ടു, അറഫയിൽ നിൽക്കേണ്ട സമയം നിങ്ങൾ മനസ്സിലാക്കി. ദുൽഹജ്ജ് 9 ളുഹർ ആയാൽ സമയം ആരംഭിക്കും. മിനയിൽ നിന്നാണ് ഹാജിമാർ ഇങ്ങോട്ട് വരിക. ളുഹറാകുമ്പോഴേക്ക് എല്ലാവരും അറഫയിൽ പ്രവേശിക്കും. എല്ലാവർക്കും കൂടി ടെന്റ് ഒന്നും ഉണ്ടാവില്ല, കുറഞ്ഞ ആളുകൾക്ക് ടെന്റ് ഉണ്ടാവുള്ളൂ. ടെന്റ് ഉള്ള ഹാജിമാരും ഇല്ലാത്ത ഹാജിമാരും അസർ വരെയൊക്കെ അവനവന്റെ സ്വന്തം കാര്യങ്ങൾ ദുആവും മറ്റുമായിട്ട് ചെയ്യും. അസറിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ലീഡർമാരുടെയും അല്ലാത്തവർ സ്വന്തമായും എല്ലാവരും കൂടി വെയിലത്തേക്ക് ഇറങ്ങുകയാണ്. വെയിൽ കൊള്ളൽ അഫ്ളലായ സുന്നത്താണ്. അന്നത്തെ ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വരാനിരിക്കുന്ന മഹ്ശറിന്റെ ഒരു സാമ്പിളാണ് അറഫ. എന്താ കാരണം? എല്ലാവരും റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന ആ രംഗം വല്ലാത്ത ഹൃദയധന്യമായ രംഗമാണ്. സാക്ഷാൽ അബ്ദുള്ള രാജാവാണ് ഹജ്ജിന് വന്നതെങ്കിലും ആരും രാജാവിനെ ശ്രദ്ധിക്കൂല. സാധാരണ ഒരു സമ്മേളനത്തിന് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലുള്ള നേതാക്കന്മാരെയാണല്ലോ ശ്രദ്ധിക്കുക. ഇവിടെ നേതാവില്ല, എല്ലാവരുടെയും കൈകൾ ഉയരുകയാണ്. മാലിക്കുൽ മുലൂക്കായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിലേക്ക് അസറിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും തേങ്ങല് കണ്ണുനീരൊഴുക്കിയിട്ട് അള്ളാഹുവിന്റെ അടിമകള്, ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭൂമുഖത്ത് പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ദിവസമാണ് അറഫാത്തിന്റെ ദിവസം. ലക്ഷക്കണക്കായ മോമിനീങ്ങൾക്ക് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു ദിവസം കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമ്പോ അത് കണ്ടിട്ട് വല്ലാതെ നിന്ദ്യനായ പിശാച് മണ്ണ് വാരി തലയിൽ ഇട്ടിട്ട് അവനും അവന്റെ കൂട്ടാളികളും മട്ടഹസിച്ചുകൊണ്ട് ഓടിപ്പോകുമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. മലക്കുകള് ഇതിന് സാക്ഷിയാവുകയാണ്. മലക്കുകൾ സാക്ഷിയാവുകയാണ്. മോമിനീങ്ങൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തുകയാണ്. നോക്കൂ കൂട്ടുകാരെ, അറഫയിലെ സൗകര്യങ്ങൾ. നമ്മളൊക്കെ അറഫ എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം. പക്ഷേ